ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जन शलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधा कृष्णपादान् सगणललिता विशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്ന മുകുന്ദമാല സ്തോത്രം 25ാമത്തെ ശ്ലോകമാണ്. മജ്ജന്മന ഫലം വിദം മധുകൈതഭാരേ മത്പ്രാർത്ഥനീയ മദനുഗ്രഹേഷ ഏവ തദ്ഭൃത്യ ഭൃത്യ പഞ്ചാര പരിചാരക ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. വായിക്കൂ മാതാജി. ഹരി കൃഷ്ണ. മജ്ജന്മനഃ ഫലമിദം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയമതനുഗ്രഹ ഏഷ ഏവ ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. മജ്ജന്മനാ ഫലമിദം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയമദനുഗ്രഹ ഏഷ ഏവ ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. ഇവിടെ ഭൃത്യ 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 7 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഓ എനിമി ഓഫ് മധു ആൻഡ് കൈതമ. ഇപ്പൊ 2 അസുരന്മാരുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അവരെ നിഗ്രഹിച്ചിട്ടുണ്ട്. ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, the perfection of my life and the most cherished mercy you could show me would be for you to consider me the servant of 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 your servant. ഒരു ഭക്തന്റെ ആ ഒരു പൊസിഷൻ, ഒരു ഭക്തൻ എങ്ങനെ വിചാരിക്കും? ഞാൻ ഭഗവാന്റെ ഡയറക്റ്റ് സെർവന്റ് അല്ല, ഭഗവാന്റെ ദാസന്റെ 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 ദാസൻ. അതാണ് ഒരു ഭക്തന്റെ. എപ്പോഴും നമ്മളോ എനിക്ക് ഭഗവാൻ മാത്രം മതി, ഇല്ല. ഭഗവാന് ഇഷ്ടം ഭഗവാനെ ഉപാസിക്കുന്നേക്കാളും ഭഗവാനെ സേവിക്കുന്നേക്കാളും ഇഷ്ടം ഭഗവാന്റെ സേവകന്മാരെ സേവിക്കുന്നതാണ്. ശിവഭഗവാൻ പറയുന്നുണ്ട് പാർവതി മാതാവിനോട്, എന്താണ് അറിയോ ശ്ലോകം? ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനാം പരം തസ്മാത് പരതരം ദേവി തദീയാനാം സമാർച്ചരം. തസ്മാത് പരതരം, അതിലും മീതെയാണ്. ആരാധനകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് വിഷ്ണു ആരാധന. അതിലും ഏറ്റവും കൂടുതൽ, അതിലും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് തസ്മാത് പരതരം ദേവി തദീയാനാം സമാർച്ചനം. അതായത് പാർവതി മാതാവിന് പറഞ്ഞ അതിലും ഉപരിയാണ്, അതിലും ശ്രേഷ്ഠമായതാണ് ഭക്തന്മാരെ പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ ഭക്തന്മാരെ തദീയാനാം, ഭഗവാൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള, അതായത് ഭഗവാന്റെ ഭക്തന്മാരെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഇവിടെ കുലശേഖർ ആൾവാറും അതാണ് പറയുന്നത്. ഭഗവാനും ഇഷ്ടം അതാണ്. അപ്പൊ കുലശേഖർ ആൾവാറിന്റെ ആഗ്രഹം എന്താണ്?
താന് ഭഗവാന്റെ ഭക്തനല്ല, ഭഗവാന്റെ ഭക്തന്മാരുടെ 7 തവണ പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും ഒരു ലോവർ പൊസിഷനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്തായാലും ഭഗവാനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഭക്തന്മാരെ എനിക്ക് സേവിക്കാൻ അവസരം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഭഗവാനും അതാണ്, എന്നെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യേണ്ട, എൻ്റെ ഭക്തന്മാരെ സേവിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു. നമുക്കെല്ലാവർക്കും കാഞ്ചിപൂർണയുടെ സ്റ്റോറി അല്ലേ? കാഞ്ചിപൂർണ രാമാനുജാചാര്യ, കാഞ്ചിപൂർണ വരദരാജ് സ്വാമിയെ എപ്പോഴും ഫാൻ ചെയ്യും. അതാണ് സേവനം. അപ്പോൾ അങ്ങനെ സേവനം ചെയ്തിട്ട് ഭഗവാനും ഭക്തനും തമ്മിലുള്ള വളരെ ഒരു ക്ലോസ് റിലേഷൻ ഡെവലപ്പ് ചെയ്തു. കാഞ്ചിപൂർണ എന്ത് ചോദിച്ചാലും ഭഗവാൻ ഉത്തരം പറയും. മൂർത്തി രൂപത്തിലാണ് ഭഗവാൻ, പക്ഷെ ഭഗവാൻ സംസാരിക്കും കാഞ്ചിപൂർണോട്. അത്രയും അടുപ്പമായി സേവനം ചെയ്തിട്ട് എന്ത് ചോദിച്ചാലും അവർ തമ്മിൽ അങ്ങനെ കണക്ഷൻ ഉണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അപ്പൊ എല്ലാവരും ചോദിക്കാൻ നോക്കി, കാഞ്ചിപൂർണ ഒരു കാര്യം ചെയ്യോ, ഭഗവാനോട് എൻ്റെ കാര്യം ചോദിക്കോ, എനിക്ക് എപ്പം മുക്തി കിട്ടും, എൻ്റെ മോളുടെ കല്യാണം ഇപ്പോൾ കഴിയും, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ കാഞ്ചിപൂർണം ചോദിക്കും, ഭഗവാൻ മറുപടി പറയും. അത് അവരുടെ ഇപ്പം ഭക്തന്മാർക്ക് വളരെ കാര്യമാണ് കാഞ്ചിപൂർണം. അപ്പൊ എല്ലാവരുടെയും ചോദിക്കും. ഓക്കെ, അപ്പൊ ഒരു ദിവസം വിചാരിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, എനിക്ക് എപ്പോ മുക്തി കിട്ടുന്നത്? അപ്പോ ഭഗവാനോട് ഞാൻ എന്ത് ചോദിക്കാം, എല്ലാം തയ്യാറെടുത്ത് പോയി. എത്രയും ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കായിരുന്നു, എനിക്ക് എപ്പോ മുക്തി കിട്ടുന്ന അറിയണ്ടേ. അപ്പൊ ഭഗവാനോട് ഞാൻ എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നു ദിവസേന, ഇന്ന് എനിക്ക് വേണ്ടി ചോദിക്കുന്നത്, എനിക്ക് എപ്പോ മുക്തി കിട്ടും? അപ്പോ കാഞ്ചിപുരനോട് ഭഗവാൻ പറയും, അടുത്ത കാലത്തൊന്നും കിട്ടില്ല മോനെ. എന്താ കാരണം? നീ എന്നെ ഡയറക്റ്റിൽ സേവിക്കുന്നത്, എൻ്റെ ഭക്തന്മാരെ സേവിക്കുന്നല്ലോ. എൻ്റെ ഭക്തന്മാരെ സേവിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഫാൻ അവിടെ വെച്ച് അവിടുന്ന് പോയി. അവിടുന്ന് പോയിട്ട് എവിടെ പോയത് എനിക്ക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എവിടെ പോയിട്ട്? പോയിട്ട് തൻ്റെ ഗുരു തുല്യമായിട്ടുള്ള ഒരു മഹാത്മാവിനെ സേവിക്കാൻ വിട്ടു. പക്ഷെ അങ്ങനെ പോയാൽ എല്ലാവർക്കും അറിയാം, മനസ്സിലാവുന്നത് കാഞ്ചീപുരമാണ്. വേഷം മാറിപ്പോയി, ഒരു ഗോപാലനായിട്ട് പോയി. അങ്ങനെ ഗോക്കളെ മേയ്ക്കുന്ന ഒരു സെർവൻ്റായിട്ട് പോയി അവിടെ ജോലി ചെയ്തു. പിന്നീട് വൈഷ്ണവന്മാരെ സേവിക്കണമെന്ന. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ വ്യക്തിയല്ല, ഇദ്ദേഹം ഈ കാഞ്ചീപുരനാണ്. പിന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് വന്നിട്ട് ഭഗവാനെ സേവിക്കാൻ തുടങ്ങിയത്. പിന്നെ പറഞ്ഞു, എനിക്കിപ്പോ അതിനുള്ള അർഹതയുണ്ട്, ഞാൻ 1-2 കൊല്ലം സേവിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അപ്പൊ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്, ഭഗവാനും ഇഷ്ടം അതാണ്. എന്താണ്? ഭക്തന്മാരെ സേവിക്കുക എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഗോഡ് ബ്രദറാണ് ഗോവിന്ദ്. ഗോഡ് ബ്രദർ പറഞ്ഞാൽ അതെ, ഒരേ സ്പിരിച്വൽ മാസ്റ്റർ ഉണ്ട്. ഈശ്വരപുരി ഗോവിന്ദനോട് പറഞ്ഞു ചൈതന്യ മഹാപ്രഭുവിനെ പോയിട്ട് സേവിക്കാൻ. സാധാരണ സെയിം ഗോഡ് ബ്രദേഴ്സ് സേവിക്കാൻ വരാറില്ല, ഒരേ ഇതിലുള്ളതല്ലേ. പക്ഷെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ആരെ തന്ന്? തൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ, ഗുരു. ഓക്കെ, അപ്പൊ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ വന്നിട്ട് ഗോഡ് ബ്രദറാണ് സേവിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ ചൈതന്യ മഹാപ്രഭുവിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇതില്ല, ആഗ്രഹമില്ല. കാരണം സ്വന്തം ഗോഡ് ബ്രദറെ എങ്ങനെ സേവനായിട്ട് നിർത്തുക? പക്ഷെ ഇത് ഉത്തരവാരാണ്, നിർദ്ദേശമാരാണ് ഗുരു മഹാരാജന്റെ. അതിനെ തിരസ്കരിക്കാനും പറ്റില്ല. സോ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ സേവനം എന്നുള്ളത് ഭഗവാനെ സേവിക്കുന്നതിനേക്കാളും എത്രയോ മുകളിലാണ്. ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുമ്പോൾ ഭഗവാന് ആ ഭക്തനോട് ഇഷ്ടം. അതാണ് ഇവിടെ കുലശേഖര ആൾവാരും ആ പൊസിഷൻ. ഈവൻ ഉദ്ധവർ ആരാണ്? ഭഗവാന്റെ കസിനുമാണ്, ലുക്കലൈക്കുമാണ്, ക്ലോസ് ഫ്രണ്ടുമാണ് അല്ലേ? ഭഗവാന്റെ ലുക്കലൈക്കാണ്, റിസംബ്ലൻസ് ഉണ്ട്, രൂപത്തില്, കളർ എല്ലാം ഉണ്ട്. പിന്നെ കസിനുമാണ്, അതേ സമയത്ത് ഫ്രണ്ട്സുമാണ് അവർ തമ്മിൽ. എന്താണ് ഉദ്ധവൻ ആഗ്രഹിച്ചത്? ഭഗവാന്റെ കൂടെ സേവനത്തിനല്ല ആഗ്രഹിച്ചത്. ഉദ്ധവൻ ആഗ്രഹിച്ചത് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ വൃന്ദാവനത്തിലെ ഒരു ഗുൽമലതയായിട്ട് ജനിക്കണം എന്നാണ്. കാരണം ഗോപികമാരുടെ ആ പാദധൂളി
സ്പർശിക്കാൻ വേണ്ടിയിട്ട്. ഗോപികമാരാണ് ഭഗവാന്റെ സെർവൻസ് അല്ലെ. അപ്പോ ആ സെർവന്റിനെ സേവിക്കുക. സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി നമുക്കറിയാം അല്ലെ. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാരാണ്. സനാതന ഗോസ്വാമി അവര് വൃന്ദാവനത്തിലെ ചെറിയ ചെറിയ ഹട്ട്സിലാണ്, ഓക്കെ, കുടീരത്തിലെ താമസിക്കുക, അവിടെ ഭജന ചെയ്യും. ഒരു സമയം ഭയങ്കര ചൂടുള്ള സമയമാണ്. നമുക്കറിയാം വൃന്ദാവനം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ഭയങ്കര ചൂടുള്ള സമയം. അപ്പോ രൂപ ഗോസ്വാമിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്? സനാതന ഗോസ്വാമിയുടെ പിറന്നാളിന് സ്വീറ്റ് റൈസ് പായസം ഉണ്ടാക്കി കൊടുക്കണം. അന്ന് പിറന്നാളായിരുന്നു. അപ്പൊ അത് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. അരിയില്ല, പഞ്ചസാരയില്ല, പാലില്ല, ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹം. തൻ്റെ ഗുരുനാഥന് തുല്യമായിട്ടുള്ള ബ്രദറിന്, ജ്യേഷ്ഠന് പിറന്നാളിന് പായസം കീറുണ്ടാക്കി കൊടുക്കണം ആഗ്രഹം. ഇത് ആലോചിച്ചുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്നു. ബാബാജി ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, ഇതാ കുറച്ച് പഞ്ചസാരയും അരിയും പാലൊക്കെ ഉണ്ട്, അങ്ങേക്ക് കൊടുന്നാണ്. അപ്പൊ രൂപഗോസ്വാമി ഇതെങ്ങനെ, ഞാൻ വിചാരിച്ചില്ല, അപ്പോഴേക്കും സാധനങ്ങളൊക്കെ എങ്ങനെ എത്തി? അപ്പൊ പറഞ്ഞ് എനിക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല പായസം. അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പായസം ഉണ്ടാക്കി കൊടുത്തു. അത് കൊണ്ടുപോയിട്ട് ആർക്ക് കൊടുത്തു? സനാതന ഗോസ്വാമിക്ക്. അന്ന് പിറന്നാളാണ്. ഭയങ്കര സന്തോഷം. അപ്പൊ കഴിച്ചു നോക്കിയപ്പോ ഇത് ഇവിടുത്തെ ആ ഒരു ഇതല്ല, നെക്ടറാണ്, അമൃതമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ഉണ്ടാക്കി, ആരുണ്ടാക്കി? അപ്പൊ കഥ പറഞ്ഞു. സനാതന ഗോസ്വാമിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. പറഞ്ഞു, ഇത് സാധാരണ പെൺകുട്ടിയല്ല, ഇത് രാധിക, സ്വയം രാധികയാണ് ഒരു ബാലികയായിട്ട് വന്നിട്ട് ഇത് ഉണ്ടാക്കി സാധനങ്ങൾ തന്നതും ഉണ്ടാക്കി തന്നതും. അപ്പൊ നമ്മള് സേവനം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. സേവനം അവരിൽ നിന്ന് എടുക്കല്ല വേണ്ടത്. അവരെ സേവിക്കുന്നതിന് പകരം നമ്മൾ സേവനം എടുക്കുകയാണ് ചെയ്തത്. വലിയൊരു അപരാധം ആയിന്നാ പറഞ്ഞത്. അപ്പോ ഭഗവാനെ സേവിക്കുന്നതിനും ഭഗവാന്റെ നിന്ന് സേവനം എടുക്കാൻ പാടില്ല. അപ്പൊ ഭഗവാന്റെ സേവനം, അല്ലാണ്ട് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുകയാണ് വേണ്ടത്. മിക്കവാറും നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് എന്താ ചെയ്യുക? നമ്മളെ സേവിക്കാനാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത് അല്ലെ. നമ്മളുടെ അപേക്ഷ, ഭഗവാനെ എനിക്ക് ഇത് വേണേ, അത് വേണേ, അത് ചെയ്തു തരണേ, ഇത് സാധിച്ചു തരണേ. ഭഗവാനെ സേവിക്കുന്ന പകരം ഭഗവാനിൽ നിന്ന് നമ്മൾ സേവനം ആഗ്രഹിക്കുന്നു. ശരിയാണോ തെറ്റാണോ? എന്താണ് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അവരുടെ തലത്തിലല്ല നമ്മളൊന്നും, അവരെ 7 അയലത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. എങ്കിലും കൂടി അവരും കൂടിയും ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചുരുക്കത്തിൽ കുലശേഖർ ആൾവാർ പറയുന്നത്, അതായത് അദ്ദേഹത്തിന് ഭഗവാന്റെ ഭക്തനല്ല, ഉണ്ട് ഭക്തന്റെ അങ്ങനെ 7 തവണ ഭക്തന്റെ ആ ദാസനായിട്ട് ആണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇത്രയും ആ ഒരു വിനമ്രത അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ഇവിടെ കാണിക്കുന്നത് നോക്കാം. പർപ്പോട്ടിൽ എന്താണ് പ്രഭാത ഡിസൈപ്പിൾസ് എഴുതിയത് നോക്കാം. ദിസ് വേഴ്സ് ഈസ് സ്റ്റാർട്ട്ലിംഗ് ഫോർ ഇറ്റ്സ് റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ് സെർവൻറ്റ് 7 times. 7 തവണയാണ് ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. One can almost picture all the servants of the Lord whom Kulashekara wishes to serve. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് കുലശേഖര ആൾവാർ ആരൊക്കെ സേവിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ടായിട്ടുണ്ട്. ഡയറക്റ്റ് സെർവൻസ് ഓഫ് ലോർഡ് കൃഷ്ണ ആർ ശ്രീമതി രാധാറാണി ഓർ ലോർഡ് ബൽറാമ. ഓക്കെ, രണ്ടുപേരും സേവനം ചെയ്യുന്ന ആണാണ് അല്ലെ. രാധാറാണി പ്രധാനപ്പെട്ട മാധുര്യ രസത്തില്, ബൽറാമൻ ഏതാണ്? സെർവിറ്റർ ഗോഡ് അല്ലെ. രണ്ടുപേരും എല്ലാ രസത്തിനും, മാധുര്യ രസം എല്ലാ രസങ്ങളും അടങ്ങുന്നുണ്ട്. പക്ഷെ പ്രിഡോമിനന്റ്ലി മാധുര്യ രസം. ലോർഡ് ബൽറാമ ആൻഡ് അതർ ഗോപീസ് ആൻഡ് കവേർഡ് ബോയ്സ്. ഡയറക്റ്റ് സെർവൻസ് ആരൊക്കെയാണ്? ഭഗവാന്റെ ശ്രീമതി രാധാറാണി, ബൽറാമൻ, മറ്റുള്ള ഗോപികമാര്, പിന്നെ ഗോപന്മാര്. Some of the gopis and covered boys are assistants to the direct servants. അപ്പൊ ഈ സെർവൻസിന് ചില ഗോപിമാരും കവേർഡ് ബോയ്സും ഗോപന്മാരും ഡയറക്റ്റ് സെർവൻസ് ആണ്. Among these assistants are the manjaris.
അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ അസിസ്റ്റൻസ് മഞ്ജരി. അപ്പൊ ഗോപികമാർക്കും ഗോപന്മാർക്കും ഇവർക്കുള്ള ഡയറക്റ്റ് അസിസ്റ്റൻസ് ആരാണ്? മഞ്ജരീസ്. ടു ഹെൽപ്പ് രാധാറാണി സെർവ് കൃഷ്ണ. അപ്പൊ ഈ മഞ്ജരീസ് ആരെ സേവിക്കുന്നു? ഗോപികമാരെയും രാധാറാണിയും സേവിക്കുന്നു. അവര് ഇൻ ടേൺ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുന്നു. ഹു അക്കോർഡിംഗ് ടു ഹെർ എക്സ്പീരിയൻസ് എ ഹാപ്പിനെസ് ഈവൻ ഗ്രേറ്റർ ദാൻ ഹേഴ്സ്. അപ്പോ അതായത് രാധാറാണിയുടെ അഭിപ്രായ പ്രകാരം ഈ മഞ്ജരീസ്, അതായത് സെർവന്റ് രാധാറാണി അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ആസ്വദിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതാണ് ഇവിടെ നിങ്ങൾ എഴുതുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഹെർ, എച്ച് ഇസ് ക്യാപിറ്റൽ. ആരാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? പ്രഭു എത്രാമത്തെ ശ്ലോകമാണ് പ്രഭു? ഇത് 25-ാമത്തെ. ഓക്കെ, അവിടെ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത്? അല്ലെ നിങ്ങൾ രാധാറാണിനെ അക്കോർഡിംഗ് ടു ഹെർ, അക്കോർഡിംഗ് ടു ഹൂം? അക്കോർഡിംഗ് ടു രാധാറാണി. ഓക്കെ, സോ who according to her experience a happiness even greater than hers. രാധാറാണിയെക്കാട്ടിലും കൂടുതൽ അവര് ആസ്വദിക്കുന്നു ഈ സേവനം വഴി. അതായത് സർവന്റ് ആ the Vaishnava spiritual masters, especially those in the Madhurya Rasa, serve the gopis, and each spiritual master is being served by his disciples. വൈഷ്ണവ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് നമ്മളുടെ ആചാര്യന്മാരൊക്കെ പറയും, നമുക്കറിയാം. അവരെല്ലാം ആക്ച്വലി ഗോലോകത്തിലെ ആരാണ്? ഗോലോകത്തിലെ ആരാണ് അവര്? ഗോപിക മഞ്ജരിമാരല്ലേ പ്രഭു? മഞ്ജരീസ്. അവരെല്ലാം മഞ്ജരീസ്. രൂപമഞ്ജരി, അനംഗമഞ്ജരി, ലവംഗമഞ്ജരി, മണിനയന മഞ്ജരി, അല്ലെ? ഇവരെല്ലാം മഞ്ജരിമാരാണ്. അപ്പൊ എല്ലാ വൈഷ്ണവ ഗോസ്വാമീസ് പറഞ്ഞാൽ, ആചാര്യന്മാര് പറഞ്ഞാൽ, ഓക്കെ, അവരെല്ലാം മഞ്ജരിമാരാണ്. ഇവരെല്ലാം മാധുര്യരസത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മളുടെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആരെയാണ് സേവിക്കുന്നത്? The Vaishnava spiritual masters, especially those in the Madhurya Rasa. വൈഷ്ണവ സ്പിരിച്വൽ മാസ്റ്ററുടെ ഏത് രസത്തിലാണ്? അവരൊക്കെ രസിക വൈഷ്ണവന്മാരാണ്. രസിക വൈഷ്ണവന്മാരെന്ന് പറഞ്ഞാൽ മാധുര്യ രസത്തിൽ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ രസിക വൈഷ്ണവന്മാര് മാധുര്യ രസത്തിലാണ് സേവിക്കുന്നത്. Serve the gopis and each spiritual master is being served by his disciples. അപ്പൊ ഇവരൊക്കെ ഈ സ്പിരിച്വൽ മാസ്റ്റർ മഞ്ജരികളായിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ അവരുടെ ശിഷ്യന്മാരെ സേവിക്കുന്നു എന്നാണ് പറയുന്നത്. Served by his disciples. In the modern age, Lord Krishna appeared as Lord Chaitanya, who was served directly by the 6 Goswamis of Vrindavana. അപ്പൊ ഈ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ ഇവിടെ അവതരിച്ചു. അപ്പോ ആ ചൈതന്യ മഹാപ്രഭുവിനെ ഇവർ പ്രധാനപ്പെട്ട 6 ഗോസ്വാമിമാരും ഡയറക്ട്ലി സെർവ് ചെയ്തു കൃഷ്ണനെ. Who was served directly by 6 Goswamis of Vrindavana. And these Goswamis also took disciples such as Krishnadas Kaviraj, who in turn accepted disciples, and His Divine Grace, A.C. Bhaktivedanta Swami Srila Prabhupada, is in the 11th spiritual generation of the Chaitanya Sampradaya. ചൈതന്യ സമ്പ്രദായത്തിലെ 11ാമത്തെ ജനറേഷനിൽ വരുന്നതാണ് നമ്മളുടെ പരം ഗുരു, പ്രീ എമിനന്റ് ആചാര്യ ഓഫ് ഇസ്കോൺ, His Divine Grace, A.C. Bhaktivedanta Swami Srila Prabhupada. So the phrase Tvat Bhritya Bhritya Paricharaga Bhritya Bhritya Bhrityasya Bhritya is not only pleasing poetry, but it is an accurate description of the Parampara. Each devotee is serving a previous servant of the Lord. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ പരമ്പരയില് സെർവന്റിനെ, അതായത് ഈ പരമ്പരയിൽ വരുന്ന സ്പിരിച്വൽ മാസ്റ്റർ, അതായത് സെർവന്റ്, സേവകൻ, ആ സ്പിരിച്വൽ മാസ്റ്റർ ആരെ സേവിക്കുന്നു? അദ്ദേഹത്തിന്റെ ഗുരുവിനെ. ആ ഗുരു ആരെ സേവിക്കുന്നു? അവരുടെ ഗുരു. അങ്ങനെ ഈ സേവനം എവിടെ എത്തിപ്പെടുന്നു? ഭഗവാനിലെത്തിക്കുന്നു. അപ്പൊ നമ്മൾ ഭഗവാനിൽ ഡയറക്റ്റ് ചെന്ന്, ഗുരു ഇല്ലാതെ ഡയറക്റ്റ് ചെന്നിട്ട് നമ്മുടെ
സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈവൻ ഓൾട്ടറിൽ പ്രാർത്ഥിക്കുമ്പോഴും ഗുരുവിന്റെ ഓൺ ബിഹാഫ് ഓഫ് അവർ ഗുരുവിൽ നിന്നും പ്രഭുപാദയിൽ നിന്നും നമ്മൾ പെർമിഷൻ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവർ ത്രൂവാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആർത്തി ചെയ്യുന്നു അല്ലെ, ഡേറ്റി സർവീസ് ചെയ്യുന്നു, പക്ഷെ ഇത് ഗുരുത്തിനാണ്, ഗുരുവാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് മാത്രം, പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ മേടിച്ച് ചെയ്യുന്നു. സോ ഗുരു ഇസ് ദ വയ മീഡിയ. Guru is the via media. So each devotee is serving previous servant to the Lord. So to consider oneself a servant of all the Vaishnavas and to put their foot dust on one's head is not demeaning. അതൊരു കുറച്ചിലായിട്ട് കാണാൻ പാടില്ല. വൈഷ്ണവന്മാരുടെ പാദധൂളി നമ്മളുടെ തലയിൽ സ്പ്രിംഗിൾ ചെയ്യുന്നത്, ജസ്റ്റ് ഗെറ്റ് ദെയർ ബ്ലെസ്സിങ്സ് ഫോർ അവർ പ്യൂരിഫിക്കേഷൻ. നമ്മുടെ ശുദ്ധീകരണത്തിനും അവരുടെ അനുഗ്രഹത്തിനും വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്യണം. അതായത് ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഗുരു പരമ്പര, ഗുരു സാധു ശാസ്ത്ര. അപ്പൊ ഗുരുവിനെ നമ്മളെ ആദരിക്കുകയാണെങ്കിൽ ആ ഗുരു നമ്മളുടെ കാര്യം അവരുടെ ഗുരുവിന്റെ അടുത്ത് പറയും, അവരുടെ ഗുരു, അങ്ങനെ അത് അവസാനം നമ്മളുടെ ഭഗവാന്റെ അടുത്തും. അതാണ് അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിക് സസഷൻ എന്ന് പറയുന്നത്. ചെയിൻ അവിടെ കട്ടാവാൻ പാടില്ല, അൺബ്രോക്കൺ ചെയിൻ. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു പ്ലീസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ്. ഇതാണ് ഭഗവാനും ഇഷ്ടം, അങ്ങനെയാണ്. Lord Krishna, Prahlad Maharaj told his father that unless one humbly serves the Vaishnavas and bathes in the dust of their lotus feet, one can never attain devoted service to Krishna. പ്രഹ്ലാദ് മഹാരാജും ഇതാണ് പറയുന്നത്. അതായത് വൈഷ്ണവന്മാരുടെ പാദധൂളി നമ്മൾ സ്വീകരിക്കുക, പിന്നെ വൺ ക്യാൻ നെവർ അറ്റൈൻ ഡിവോട്ടീവ് സർവീസ് ടു കൃഷ്ണ. അതാണ് അവരുടെ ചുരുക്കത്തില്, അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമുക്ക് ഭഗവാന്റെ കൃപ കിട്ടുന്നത്. ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ് ഗുരു കൃഷ്ണപ്രസാദേ പായ ഭക്തിലത. നമുക്ക് ആ ഭക്തിലതാ ബീജ് കിട്ടുന്നുണ്ടെങ്കിൽ ഗുരു കൃഷ്ണപ്രസാദേ, ഗുരുവിന്റെയും കൃഷ്ണന്റെയും മേഴ്സി വേണം. വെറും കൃഷ്ണന്റെ അല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഗുരുവിന്റെ മേഴ്സി. ആരാണ് നമ്മുടെ ഗുരു? വൈഷ്ണവന്മാര്. ഹരേ കൃഷ്ണ. എന്തൊരു പ്രശ്നം ഉണ്ടായി, കേൾക്കുന്നില്ലേ? കുറച്ചു നേരം സ്റ്റക്കായി. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ഡിവോഷണൽ സർവീസ് നമ്മൾ ഗുരുജനങ്ങൾക്ക് ഡിവോഷണൽ സർവീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. അതാണ് ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ് ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തി ബദാമി. ആ ഗുരുവിന്റെ മെഴ്സി വേണം. 5 നിന്ദകളുണ്ട് നമ്മുടെ ഇതില്. അതിലൊരു നിന്ദ നമ്മളെ എന്താണ് അറിയോ? വൈഷ്ണവന്മാരെ കണ്ട് നമുക്ക് സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആണ്, അപരാധമാണ്. വൺ ഓഫ് ദ 6 ഒഫൻസസ് ഉണ്ട് അല്ലെ, മെയിൻ ആയിട്ടുള്ള 6 ഒഫൻസില് ഒരു അപരാധം. വൈഷ്ണവന്മാരെ നമ്മൾ കണ്ടിട്ട് നമ്മൾ സന്തോഷം വന്നില്ലെങ്കിൽ ഇറ്റ്സ് എൻ ഒഫൻസ്. സീ ദ പൊസിഷൻ ഓഫ് വൈഷ്ണവാസ്. ഇതിലുണ്ട് നിന്ദന്തി, അങ്ങനെ ഒരു ശ്ലോകം എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ എന്താ ബാക്കി 5, അതായത് അവരെ ബ്ലാസ്ഫേം ചെയ്യുന്നത്, അവരെ വധിക്കുന്നത്, അങ്ങനെ ഉള്ള തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അത് ആ ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു നിന്ദയാണ്, വൈഷ്ണവന്മാരെ കണ്ടാൽ സന്തോഷിച്ചില്ലെങ്കിൽ ഒരു നിന്ദയാണ് പറയുന്നത്. So King Kulashekara says that if the Lord grants this prayer, it will be the display of his most cherished mercy. അപ്പൊ കുലശേഖര ആൾവാർ ആഗ്രഹിക്കുന്നത് ഈ റിക്വസ്റ്റ്, ഇതിന്റെ അപേക്ഷ ഭഗവാൻ ഇത് അംഗീകരിക്കണേ. അപ്പോ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട്, വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇത് കാണുന്നു.
But why does he ask to be so many times removed from direct service? എന്താണ് കൂടുതൽ ടൈം, അതായത് വ്യത്യസ്ത ഡയറക്ട് സർവീസിന് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്? വൈ നോട്ട് ആസ്ക് സിംപ്ലി ടു ബി സെർവന്റ് ഓഫ് ദ ലോർഡ്? എന്തുകൊണ്ട് ഭഗവാന്റെ സെർവന്റ് ആയിട്ട് ചോദിക്കും? വൺ റീസൺ ഇസ് ദാറ്റ് ദ സുപ്രീം ലോർഡ് ഡസ് നോട്ട് accept direct service without service to his servants, as Krishna states in the Adi Purana. Even നമ്മള് ഗോലോകവൃന്ദാവനത്തിൽ പോയാലും ആരാണ് ഡയറക്ട്ലി, വൈകുണ്ഠത്തിൽ പോയാലും ആരാണ് ഭഗവാനെ സേവിക്കുന്നത്? വൈകുണ്ഠത്തിൽ ആരാണ് സേവിക്കുന്നത്? ലക്ഷ്മി ദേവി. നമുക്ക് അവിടെ കിട്ടുമോ? ആ പ്ലേസ് കിട്ടുമോ? ലക്ഷ്മി ദേവിയുടെ പ്ലേസ് കിട്ടുമോ സേവിക്കാൻ? അപ്പൊ നമ്മൾ ആരെ സേവിക്കണം? ലക്ഷ്മിയെ സേവിക്കണം, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ സെർവൻസിനെ സേവിക്കണം. അപ്പൊ നമ്മൾ സേവിക്കുന്ന ഭഗവാൻ തന്നെയാണ് അല്ലേ? അതേപോലെ ഗോലോകത്തിൽ പോയാലും നമുക്ക് ഡയറക്റ്റ് സർവീസ് കിട്ടും. ആരാണ് സേവിക്കുന്നത്? രാധാറാണി. രാധാറാണി ആരെ സേവിക്കുന്നു? ലളിത വിശാഖ. അവരെ ആര് സേവിക്കുന്നു? മഞ്ജരീസിനെ ആര് സേവിക്കുന്നു? ദ്യൂതീസ്. അങ്ങനെയാണ് ഈ സർവീസ് പോകുന്നത്. അല്ലാണ്ട് ഡയറക്ട്ലി പോയിട്ട് നമുക്ക് കൃഷ്ണ ഭഗവാനെ സേവിക്കാൻ പറ്റില്ല. ഈവൻ അവിടെയും ഈ ഗുരു ത്രൂവേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഗുരുവാണ്, ആചാര്യന്മാരാണ്. ഇവരൊക്കെ ഇവരാണ് ഇവിടെ ഭൗതിക ലോകത്തിൽ ആചാര്യന്മാരായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ അവിടെയും നമ്മള് ഗുരു ത്രൂ പോകണം, ഇവിടെയും നമ്മൾ ഗുരു ത്രൂ പോകുന്നു. അപ്പൊ നമുക്കൊരു ഇതുണ്ടായിരിക്കും, ഓരോ കൺസെപ്ഷൻ. ആചാര്യൻ ഗുരു പറഞ്ഞാൽ ഓൺലി മെയിൽ, അങ്ങനെയൊന്നുമില്ല, നോട്ട് ഫീമെയിൽ. നമ്മളെ ആര് കണക്ട് ചെയ്യുന്നു? മെയിൽ അതൊക്കെ വെറും ശരീരം മാത്രമാണ്, എസ്പെഷ്യലി ഇൻ ദ ഭൗതിക ലോകം. അവിടെ ഭഗവാന്റെ റിലേഷനിൽ എല്ലാവരും ഫെമിനിൻ ജെൻഡറിലെ, ഭഗവാൻ മാത്രമേ പുരുഷനുള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഡയറക്റ്റ് സർവീസ് ഇല്ല ഭഗവാൻ. ഓക്കെ, ഡേറ്റി വർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി അതെല്ലാം വിത്ത് ദ പെർമിഷൻ ഓഫ് ഗുരു ആൻഡ് പരമ്പര നമ്മൾ ചെയ്യുന്നത്, ഡയറക്റ്റ് സർവീസ് അല്ല ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് അത് മാത്രമല്ല, ഇത് ആദി പുരാണത്തിലെ ഒരു ശ്ലോകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആസ് കൃഷ്ണ സ്റ്റേറ്റ്സ് ഇൻ ആദി പുരാണ എന്നാണ് പറയുന്നത്. ഏമേ ഭക്തജന പാർത്ഥ നമേ ഭക്താശ്ച തേ ജനാഃ മദ്ഭക്താനം ച യേ ഭക്താസ് തേ മേ ഭക്താത്മാ മദ ഭക്താത്മന. മൈ ഡിയർ പാർത്ഥ. ഓക്കെ, പാർത്ഥ ആരാണ്? പാർത്ഥൻ അപ്പോ പാർത്ഥനും ഭഗവാനെ പറ്റിയിട്ടുള്ളത് എവിടെ? ആദി പുരാണത്തിലുണ്ട്. ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ആദി പുരാണത്തിലത്തെയാണ്. മൈ ഡിയർ പാർത്ഥ, ദോസ് ഹു സേ ദേ ആർ മൈ ഡിവോട്ടീസ് ആർ നോട്ട് മൈ ഡിവോട്ടീസ്. ആരാ പറയുന്നത്? കൃഷ്ണൻ. ദോസ് ഹു സേ ദാറ്റ് they are my devotees are not my devotees. എന്റെ ഭക്തന്മാരല്ല. But those who claim to be devotees of my devotees are actually my devotees. Okay? എന്റെ ഭക്തന്മാരുടെ ഭക്തന്മാരാണെന്ന് ക്ലെയിം ചെയ്യുന്നവർ അവർ എന്റെ ഡിവോട്ടിയാണ്. എന്റെ ഡിവോട്ടി എന്ന് ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ എന്റെ ഡിവോട്ടി അല്ലാന്ന് ഭഗവാൻ പാർത്ഥനോട് അർജുനോട് പറയുന്നു. So the pure devotee's chief aim is to please his worshipable Lord. Okay? അപ്പോ ശുദ്ധ ഭക്തന്മാരുടെ അവരുടെ ലക്ഷ്യം എന്താണ്? അവരെ ആരാധിക്കുന്ന ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അപ്പൊ ആ പ്രീതിപ്പെടുത്തൽ എങ്ങനെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്? തന്റെ ഭക്തന്മാരെ സേവനം ചെയ്തിട്ട്. ആൻഡ് എ വൈസ് വൈഷ്ണവ നോസ് വാട്ട് വിൽ പ്ലീസ് ഹിം ബെസ്റ്റ്. വൈഷ്ണവൻ അറിയാം ആരെ പ്ലീസ് ചെയ്താണ് ഭഗവാൻ തൃപ്തിപ്പെടുക. അപ്പോ വൈഷ്ണവന്മാരെ becoming the servant many times removed of the Lord's bona fide servants. It is because the servants of God are so dear to the Lord that one can please him best by pleasing them. അതായത് തന്റെ ഭക്തന്മാരെ വളരെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് അവരെ ആര് സേവിക്കുന്നു അവരോട് ഭഗവാൻ വളരെ പ്രീതിയാണ്. Srila Prabhupada compared the process to an ordinary person's attempt to please a very great man. Prabhupada ഒരു എക്സാമ്പിൾ തരാണ്. ഓക്കെ, ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്റെ വലിയൊരാളെ സേവിക്കുക എങ്ങനെയാണ്? നോർമലി an ordinary man cannot even approach a great man. അവർക്ക്
ഒരു അപ്രോച്ചും കൂടി ഇല്ല. ഒരു വലിയ ആളെ ഇവിടെ അടുത്ത് പോകാനും കൂടി പറ്റില്ല സാധാരണ മനുഷ്യന്. ബട്ട് ഇഫ് ബൈ ഗുഡ് ഫോർച്യൂൺ ഈസ് ഏബിൾ ടു പ്ലീസ് ദ ഗ്രേറ്റ് മാൻസ് പെറ്റ് ഡോഗ്, then he can quickly achieve the favor of the celebrated person. അദ്ദേഹത്തിന്റെ പെറ്റ് ഡോഗിനെ സേവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് മാസ്റ്റർ അറിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ കാര്യമാവും. ഈ സർവന്റിനോട് മാസ്റ്റർക്ക് അത് അദ്ദേഹത്തിന്റെ പെറ്റ് ഡോഗിനെ സേവിച്ചു എന്ന് അറിഞ്ഞാൽ, കാണിച്ചാൽ അദ്ദേഹത്തിന് പെറ്റ് ഡോഗിനെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അതാണ് ഇവിടെ ഒരു ഉദാഹരണം തന്നിരിക്കുന്നത്. Another reason a devotee wishes to serve through other devotees is that he is naturally humble. അതായത് ഡിവോട്ടീസ്, സാധാരണ ഡിവോട്ടീസ് അവർ ഹ്യൂമിലിറ്റി പേഴ്സണിഫൈഡ് ആണ് അവരെല്ലാം ഡിവോട്ടി. അപ്പൊ അവരുടെ ആ ഒരു ഹ്യൂമിലിറ്റി എക്സിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. He wants to take that place below rather than push himself forward. ഡിവോട്ടീസ് എല്ലാം എന്താണ് ചെയ്യുന്നത്? എൻവിയസ് നേച്ചർ അല്ല. ഇവിടെ മെറ്റീരിയൽ വേൾഡ് നമ്മളെ എല്ലാവരെയും പുഷ് ചെയ്തിട്ട് താഴ്ത്തി വിട്ടിട്ട് നമ്മൾ മുമ്പിൽ പോയി നിൽക്കും. മെറ്റീരിയൽ വേൾഡിൻ്റെതാണ്. പക്ഷെ ഡിവോട്ടീസ് അല്ല, യു ഗോ ഹെഡ്. അതാണ് ആക്ച്വൽ പ്യൂർ ഡിവോട്ടീസ്. യു ഗെറ്റ് ദ മേഴ്സി. ഓക്കെ, ഐ വാണ്ട് ടു ടേക്ക് ഇറ്റ് ലേറ്റർ, നോ പ്രോബ്ലം, ബട്ട് യു ഗോ ഫസ്റ്റ്. ദാൻ ഡിവോട്ടി വാണ്ട്സ് ടു ഗിവ് ദ മേഴ്സി ടു അതർ ഡിവോട്ടീസ്. കോമ്പറ്റീഷനില്ല, എൻവിയസ്നെസ് ഇല്ല. മെറ്റീരിയൽ വേൾഡിലെ എല്ലാവരും എന്താണ് PhD എന്നാണ് PhD. എല്ലാവർക്കും PhD ഉണ്ട്. എന്താണ് PhD? പുൾ ഹിം ഡൗൺ, പുൾ ഹെർ ഡൗൺ. എല്ലാവർക്കും ഈ വലിയ ഡിഗ്രിയാണ്. അവരെ താഴത്തെ വെച്ചിട്ട് മുമ്പിൽ നിൽക്കുക എന്നാണ് പുൾ ഹിം ഡൗൺ ഓർ പുൾ ഹെർ ഡൗൺ. PhD. കാരണം അവർക്ക് ഒരു ഡിഗ്രിയും കൂടി, ഡബിൾ ഡിഗ്രിയാണ് PhD, പെർമനന്റ് ഹെഡ് ഡാമേജ്. അതുകൊണ്ടാണ് ഈ PhD ഡിഗ്രി. Okay. So another reason the devotee wishes to serve through other devotees is that he is naturally humble. He wants to take that place below rather than push himself forward. He wants to serve all the devotees or even worship the place where they have walked. അതാണ് നമ്മുടെ ധാമിൽ പോകണമെന്ന് പറയുന്നത്. ധാമിൽ എന്താണ്? എല്ലാം വർഷിപ്പബിൾ ആണ്. ഓക്കെ, നമ്മുടെ ജയസാക്ഷി പ്രഭുവിന്റെ ലെക്ചർ കേട്ടിട്ടാണ്. ക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യക്ഷേത്രം, ദിവ്യധാം അല്ലെ. അപ്പൊ ആ ദിവ്യധാം എന്ന് പറഞ്ഞാൽ എല്ലാം പൂജനീയമാണ്, വേർഷിപ്പബിൾ ആണ്. ഓക്കെ, അവിടുത്തെ മരങ്ങളും അവിടുത്തെ പശുക്കളും അവിടുത്തെ പക്ഷികളും ഒക്കെ, അവിടുത്തെ മനുഷ്യരും അവിടുത്തെ ധാമും അവിടുത്തെ മണ്ണും ഇതെല്ലാം വേർഷിപ്പബിൾ ആണ്. വെള്ളവും ഗംഗാജലം എല്ലാം വേർഷിപ്പബിൾ ആണ്. അപ്പോ ഭഗവാന്റെ പ്രസൻസ് എവിടെയുണ്ട്? ഇവരായിട്ട് കളിച്ചിട്ടുള്ള ലീലകളായിട്ടുള്ള പ്രസൻസ് അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ അസോസിയേഷൻ, അങ്ങനെ അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലമാണ്. അപ്പൊ അതിനെ വർഷിപ്പ് ചെയ്യും. എല്ലാം ഈവൻ സ്ഥലത്തിനെ വർഷിപ്പ് ചെയ്യുന്നവർ, വർഷിപ്പ് ദ പ്ലേസ് വേർ ദേ വാക്ക്ഡ്. അങ്ങനെ ആചാര്യന്മാര്, സാധുജനങ്ങള്, ഭക്തന്മാര് നടന്നിട്ടുള്ള സ്ഥലം, അവരുടെ പാദധൂളി, അവരുടെ പാദജലം, അവരുടെ റെമനൻസ്, മഹാപ്രസാദം, ഇതെല്ലാം നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു. The genuine devotee does not rashly presume that he is the member of the inner circle of the Lord's most dear ones. ഒരു ശരിക്കുള്ള ഭക്തൻ ഒരിക്കലും പറയില്ല, ഞാൻ ഭഗവാന്റെ ഏറ്റവും അടുത്ത ആണ്, ഇന്നർ സർക്കിളിലാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ പുറത്തേക്ക് പോകും. ഈ മെറ്റീരിയൽ നടക്കും. അതായത് ഒരു മഹാരാജ് വരുന്ന സമയത്ത് എല്ലാവരും കൊതിയും, എല്ലാവരും പുറത്ത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഇന്നർ സർക്കിളുള്ളൂ, അത് നടക്കും. അത് സെക്യൂരിറ്റി, സേഫ്റ്റി റീസൺ, പല കാരണങ്ങളുമാണ്. ഓക്കെ, നമ്മൾ അതിനെ ഇതായിട്ട് കാണാൻ പാടില്ല. പല റീസൺ കൊണ്ടും അവർക്ക് റെസ്ട്രിക്ഷൻ വെക്കേണ്ടി വരും. പക്ഷെ ചില ആൾക്കാരെ കൊണ്ട് ഞാൻ മാത്രമേ ഈ ഇന്നർ സർക്കിളുള്ളൂ, ഡിവോട്ടീസിന്റെയും കൂടിയും ചിലപ്പോൾ അങ്ങനെ കാണാം. അപ്പൊ അവിടെ ഹ്യൂമിലിറ്റി അവിടെ കാണുന്നില്ല ചില സമയത്ത്. ആ ഹ്യൂമിലിറ്റിയോടുകൂടി അവരുടെ ഒരു സേവ മനോഭാവത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാനാണ് ആള്, ഈ മഹാരാജിന്റെ അടുത്ത ആള്, മറ്റുള്ളവർക്കും ഇതിനുള്ള ഭാഗ്യമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ തെറ്റായിപ്പോയി. സേവന മനോഭാവത്തോടാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. Lord Chaitanya has advised us that if we really wish to chant the holy name constantly,
We should consider ourselves lower than the straw in the street, devoid of all sense of prestige and ready to offer respect to others. ഏതാണ് ശ്ലോകം? ഏതാണ് ശിക്ഷാക്ഷകത്തിലെ ഏത് ശ്ലോകമാണ്? തൃണാദഭിഷുനിചേന തരൂരപി സഹിഷ്ണുനാം മാനദേന കീർത്തനീയ സദാ. ഇതാണ് ഒരു ശരിക്കുള്ള ഡിവോട്ടിയുടെ പൊസിഷൻ, അവരുടെ പൊസിഷൻ. ഓക്കെ, അത് ആർട്ടിഫിഷ്യൽ അല്ല. അതാണ് കൺസിഡർ ourselves lower than the straw in the street, devoid of all sense of false prestige and ready to offer all respects to others. And ഒരിക്കലും ആദരവ് പ്രതീക്ഷിക്കില്ല, എല്ലാവർക്കും ഡ്യൂ റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും. And tolerant than the tree, lower than the blade of grass. എന്താണ് ബ്ലേഡ് ഓഫ് ഗ്രാസ്? നമുക്കറിയാം അല്ലേ? നമ്മൾ എത്ര ചവിട്ടി നടന്നാലും വീണ്ടും പാവം അത് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കും. ഗ്രാസ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചവിട്ടും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ്, വീണ്ടും നമ്മൾ ചവിട്ടും, എന്നാലും പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. അപ്പോ മരം എല്ലാം നമുക്ക് തരും, നമുക്ക് തണൽ തരും, ഫലങ്ങൾ തരും, അതിന്റെ ഇല, അതിന്റെ കൊമ്പ്, അതിന്റെ തടി എല്ലാം നമ്മൾ ഉപയോഗിക്കും. നമ്മൾ അതിനെ കട്ട് ചെയ്യും, എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യും, എല്ലാം എടുക്കുന്നുണ്ട്. ഒരിക്കലും അത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല, തണലും തരുന്നുണ്ട്, ഒരു നന്ദിയും കൂടി നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിനെ ആ മരത്തിനെ മുറിക്കുന്നതും ചില വിധി പ്രകാരമൊക്കെ മുറിക്കാൻ പാടുന്നുണ്ട്, നമ്മളതൊന്നും ഫോളോ ചെയ്യുന്നില്ല. എല്ലാം നമുക്ക് തന്നിട്ടും അത് ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മോർ ടോളറന്റ് ദാൻ എ ട്രീ എന്നാണ് പറയുന്നത്. ഹംബ്ലർ ദാൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ്, ടോളറന്റ് ദാൻ എ ട്രീ, ആൻഡ് വി ഷുഡ് റെസ്പെക്ട് എവറി വൺ, നെവർ എക്സ്പെക്ട് റെസ്പെക്ട് ഇൻ റിട്ടേൺ. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇതാണ് ഹ്യൂമിലിറ്റി പേഴ്സണിഫൈഡ് എന്ന് പറയുന്നത്. വി ഷുഡ് സെർവ് നോട്ട് ഓൺലി റെക്കഗ്നൈസ് ഡിവോട്ടീസ് ബട്ട് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. ഡിവോട്ടീസിനെ മാത്രമല്ല എല്ലാവരെയും ഈ തലത്തിൽ നമ്മൾ കാണാൻ പഠിക്കണം. മനുഷ്യരെ മാത്രമല്ല, ഡിവോട്ടീസിനെ മാത്രമല്ല, മനുഷ്യരെ മാത്രമല്ല, എല്ലാ ലിവിങ് എൻറ്റിറ്റീസും. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസനി സുനി ചൈവ സുപാക്കേച്ച പണ്ഡിത സമദർശന. അവര് കൃഷ്ണനിൽ കാണുന്നു അല്ലെ, പണ്ഡിതന്മാര്, ഭക്തന്മാര്. കാരണം ഭക്തന്മാർക്ക് അറിയാം ഈ ലിവിങ് എൻറ്റിറ്റി, ഈ ജീവാത്മാവ് മനുഷ്യ ശരീരത്തിലാണ്, അല്ലെങ്കിൽ മൃഗത്തിന്റെ ശരീരത്തിലാണ്, അല്ലെങ്കിൽ പക്ഷികളുടെയാണ്, അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെയാണ്. പക്ഷെ അതെല്ലാവരും സച്ചിദാനന്ദമാണ്. ആവരണം മാത്രം അവരുടെ കർമ്മത്തിന്റെ കാരണം അവർക്ക് വ്യത്യസ്ത ശരീരം കിട്ടിയെന്ന് മാത്രം. പക്ഷെ ആത്മാവ് സെയിം ആണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവും, ഒരു മൃഗത്തിന്റെ ഉള്ളിലുള്ള ആത്മാവും, വൃക്ഷത്തിന്റെ ഉള്ളിലുള്ള ആത്മാവും, ഒരു കൊതുവിന്റെ ഉള്ളിലുള്ള ആത്മാവും എല്ലാം സെയിം ഭഗവാന്റെ അംശങ്ങളാണ്, സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് അവരെ ആരെയും ഇകഴ്ത്തി കാണില്ല. ഈക്വൽ വിഷൻ, സമദർശന അവര്. അതാണ് മഹാത്മാക്കൾ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, we should serve not only recognize devotees but all living entities by giving them Krishna. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അതാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്ന സമയത്ത് കുറച്ച് ഉച്ചത്തിൽ ചൊല്ലാൻ പറയുന്നു. അവർക്കും കൂടി ആ സുഹൃതി കിട്ടണം, സ്പിരിച്വൽ ക്രെഡിറ്റ് കിട്ടണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ചെയ്തു കൊടുക്കുക, അവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. അതന്നെ വലിയൊരു കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. മറ്റുള്ള ജീവജാലങ്ങൾക്കും കൃഷ്ണ കോൺഷ്യസ്നസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ഭഗവാന്റെ പാർട്സ് ആൻഡ് പാർസൽ ആണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അപ്പൊ നമ്മൾക്ക് ജീവിക്കാനുള്ള അർഹത എങ്ങനെയുണ്ടോ അതേപോലെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. എല്ലാവർക്കും ഒരു ലൈഫ് സ്പാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ടേം കൊടുത്തിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടില്ലാണ്ട് അവര് നിർവഹിച്ചോട്ടെ. നമുക്കൊരു ടേം തന്നിട്ടുണ്ട്, ആ ടൈമിൽ നമ്മളും ജീവിക്കട്ടെ. അപ്പൊ എല്ലാവരും അന്യോന്യം സഹകരിച്ച് കൃഷ്ണ കോൺഷ്യസ്നസ് കഴിയുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നല്ലാണ്ട് ഒരിക്കലും ഒരാളെയും നമ്മൾ നിന്ദിക്കാനോ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ പോകാൻ പാടില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ 25 കഴിഞ്ഞു.
അടുത്തത് 26 അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പറയാം. ഇനിയിപ്പോൾ എടുത്താൽ അത് മുഴുമിക്കാൻ പറ്റില്ല. അടുത്തിട്ട് 10-15 മിനിറ്റ് കൂടി ഉണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങളോ കമന്റോ? ഓക്കെ, റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം. पतितानां पावनेभ्यो वैष्णवेभ्यो नमः. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे।